ഗൈസ്, അപ്പോൾ പൊളിക്കാനും പഠിച്ചായിരിക്കാം നമ്മുടെ കുഞ്ഞുങ്ങളിലോടേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്ന ഈ പൊട്ടനെയും കൊണ്ട് ഫ്രീ ഫയർ. അപ്പോൾ കഴിഞ്ഞ വീഡിയോ നിങ്ങൾക്ക് അറിയിക്കും. ആ പൊട്ടനൊന്നും അറിയത്തില്ല കേട്ടോ. ഞാൻ ചുമ്മാ ഷോട്ട് അടിച്ച് കൊടുത്തു വരുന്നില്ല. നമ്മളിപ്പോൾ സാധാ ബിൽഡ് കളിക്കാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. നമ്മൾ ഈ ബിൽഡിൽ ജയിക്കും ഗൈസ്. നമ്മളെല്ലാത്തിലും പോയി അടിക്കുന്ന ആളാണ്. കണ്ട എൻ്റെ കയ്യിൽ ഏതൊരു കണ്ണ് ഇരിപ്പുണ്ട്, അതൊന്നും എനിക്കറിയില്ല. കണ്ട ഇങ്ങനെയാണ് വിട്ടിട്ടുണ്ട്. ഇങ്ങനെ 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 ഇത്രയുള്ള പരിപാടി. എൻ്റെ തലക്കെട്ട് വനം കൊടുക്കും. തലയ്ക്ക് മാറിക്കട എന്നെ തൊപ്പിക്കാൻ നീ വളർന്നാട്ടില്ലടാ. നീ വളരട്ടെ തലകിട് കൊടുത്തിട്ടുണ്ട്. ഇവൻ എത്ര കിട്ടൊരു മതിയാവില്ല കേട്ടോ പറയാം. ഇനി ചാടി ഇറങ്ങാം. ബോയ്, നമ്മൾ ചാടി ഇറങ്ങണില്ല. ഇങ്ങനെയാ. എടാ രൂപി, കുഞ്ഞിക്കയിൽ രൂപി, നീ നന്നായിട്ടൊക്കെ കളിക്കൂടെ? ഇവിടെ പീക്ക് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ ഭയങ്കര ടഫ് സ്ഥലമാണ്. അതൊക്കെ എനിക്കറിയാടാ. ഞാൻ രൂപമൊന്നുമില്ല. ഞാൻ വെറുതെ എന്നെ കളിയാക്കിക്കൂടാ. ഇവിടെ ഒരു എനിവേ ഉള്ളൂ. ഞാൻ പിന്നെ എന്നാ റൂട്ടോൻ്റെ അപ്ഡേറ്റ് കളിക്കണം. അതിന് കുഴപ്പമില്ല. ആരെങ്കിലും എന്നെ ഉപയോഗിക്കുമെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. കണ്ട ഈ ന്യൂബിലൊക്കെ ഭയങ്കര ഡൗട്ടാണ്. ഇവനെ ഒന്ന് ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്യണ്ട കേസ്. അതെങ്ങനെയാടാ നീ പറഞ്ഞാൽ മതിയോ? എൻ്റെ ഇൻസ്റ്റാഗ്രാമിന് ഞാൻ പറയും. ഞാൻ തീരുമാനിക്കാം. അതിന് നിനക്കല്ലേ കുഴപ്പമുണ്ടോ? അല്ലേനെ എന്നാൽ ശരി, നീ ഒരുത്തൻ്റെ വിടേക്ക് അപ്പം കാണിച്ചല്ലേ. ഫസ്റ്റ് അതിന് എനിമി കണ്ടുപിടിക്കണേ. എനിമി ഇവിടെ എങ്ങനെയെങ്കിലും ഉണ്ടോ അവിടെ? അല്ല, നീ ഏത് സ്ഥലത്തോടാണ്? ഇത് മറ്റേ ക്ലാഷ് കോഡിൻ്റെ സ്ഥലമല്ലേ? ഇനിയിപ്പോൾ എന്താ? ആ വണ്ടി എടുത്ത് പൊട്ടിക്ക്. ഞാൻ അതിൽ ചെയ്തോളാം. ഇവ കുറേ നേരെ കൊല്ലോണ്ടിരിക്കുന്നു. ആ മോനെ, നീ ഒരു ന്യൂബല്ലേടാ? നീ പണ്ട് ക്ലാഷ് കോഡിൽ ന്യൂബ് പഠിച്ച അവൻ്റെ ന്യൂബ്. ഞാൻ പണ്ടൊക്കെ ന്യൂബായിരുന്നു കൈ. ഇപ്പം അതൊന്നും അല്ലല്ലോ. ഓൾട്ടിട്ടേ അല്ലല്ലോ. ഒരു എനിമീനെ കാണിക്കുന്നുണ്ടല്ലോ. ഇവിടെ ഒരു എനിമി ഉണ്ടോ? നീ ഇപ്പോഴും ഉണ്ടോട്ടോ ഇവിടെ എനിമി ഉണ്ടോ? ഞാൻ എന്തായാലും ഈ വീടിൻ്റെ മണ്ടയ്ക്കോട്ട് കല്ലോട്ടാ എടാ മോനെ, കല്ലാട്ട പാടാണ്ട് ഒന്ന് അടിക്കാൻ നോക്കടാ. ഞാൻ അടിച്ചോളാം. ഇവൻ്റെ എനിമിയുണ്ട്. എവിടെ നിന്ന് എനിമിയെ അടിക്കുന്നുണ്ട്. അവിടെ നിന്ന് അടിക്കുന്നുണ്ട്. ഇവന്മാർക്കെന്താ പ്രാന്താ? കല്ലാട്ടാ നോക്കിയൊക്കെ കളിക്കണം മോനെ. ഓക്കെ ഗൈസ്, ഞങ്ങൾ അവൻ പറഞ്ഞ പോലെ ഒന്ന് അൺഫോളോ ചെയ്യല്ലേ കേട്ടോ. നിങ്ങൾ ഫോളോ ചെയ്തേക്കണം. ഓക്കെ, നമ്മൾ ആ വഴി പോയി കഴിഞ്ഞാൽ ഒരുത്ത വണ്ടി എടുത്തോണ്ട് പോടാ പൊട്ടാ. മറ്റേനെ അടിക്കാനായിരിക്കും വേണ്ട. അവിടെ പൊട്ടാ, ഇവരെ കൊണ്ട് ഒന്നും അറിയത്തില്ല. അപ്പോൾ ഈ പൊട്ടഞ്ഞ് അവിടെ എന്താണ് ഒരു കുറേ കൈകൾ അത്ര എണ്ണുണ്ട്. അതെനിക്ക് ഇത്രയും വലുതൊന്നും എനിക്ക് എണ്ണാൻ പറ്റില്ല. എന്നാൽ ശരി, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നറൂട്ടോയിലുള്ള ഡ്രാഗൻ ഇല്ലടാ മോനെ. ഡ്രാഗൻ ആണ് അത്. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ നറൂട്ടോൻ്റെ അപ്ഡേഷനാണല്ലോ കളിച്ചോണ്ടിരുന്നത്. അതാ നീ വർത്താനം പറയണ്ടേ? എൻ്റെ വർത്താനം കുറച്ച് കൂടുതലുണ്ട്. ഏരി ഇവിടെ എങ്കിലും നമുക്ക് നോക്കാം. എവിടെ എനിമി എടാ നിൻ്റെ അവിടെ
ഉം. അവിടെ ഒരു എനിമി ഉണ്ടേ ഇങ്ങോട്ടേക്കറി. അവനെ മറ്റവനെ ഹെഡ് ഷോട്ട് കൊടുത്ത്. അല്ല ഞാനൊരു ചലഞ്ച് തരാം. എന്താടാ, നീ ഒരുത്തനെ കൊല്ലുകയാണെങ്കിൽ ഞാൻ നിനക്ക് $1000 തരാം. അവിടെ എനിക്ക് ഡോളറിൻ്റെ ആവശ്യമില്ല. അവിടെ ഒരു എനിമി ഞാനടിക്ക്. എൻ്റെ കാലിലെങ്കിലും കൊടുക്കടാ പൊട്ടാ. എൻ്റെ കാലിൽ കൊടുക്കാൻ പറ്റുന്നില്ല എനിക്ക്. നീ എന്തിനാ ഫസ്റ്റ് വീടിൻ്റെ മണ്ട കയറി? അവിടെ ഒരു എനിമിടാ, എന്നെ വിട്ടേക്കാം. അവനെ ഞാൻ വീട്ടേക്കും ഇപ്പം. നീ ക്ലൂ വേറെ വെറുതെ വയ്ക്കും, അത്രയുള്ളൂ. പിന്നെ നോക്കിക്കോ. ഈ കളിയിൽ ഞാൻ അവനെ തോപ്പിക്കും. പറയാണ്ടെന്ന് അവനെ കൊല്ലടാ മോനെ. ഞാൻ അവനെ കൊല്ലുക. തനിക്ക് എന്താ കണ്ണുണ്ടൂടി? ശരിയെന്നാ അവൻ പോയി. ഇനി എന്താ കുറേ എനിമി ഉണ്ടല്ല. എന്താടാ ബോംബാ? എടാ അവൻ്റെ ഹെഡ് ഷോട്ട് കൊടുക്കായിരുന്നല്ലടാ നിനക്ക്. അതിലോട്ടെ എനിക്കൊരു ട്രിക്ക് ഉണ്ട്. എന്താടാ, സാധാരണ എനിമിയല്ലേ ഈ സാധനം വിട്ടേക്കുക. അപ്പം അത് പൊട്ടിച്ച് തന്നാൽ എന്താ കുഴപ്പം? ആർക്കാരെല്ലാം അവിടെ വന്ന് നോക്കും എല്ലാത്തിനെയും പൊട്ടിക്കാനായിട്ട്. അപ്പം ഞാൻ അവിടെ വന്ന് ഹെഡ് ഷോട്ട് അടിക്കും. എൻ്റെ ഐക്യമൊക്കെ കൊള്ളാം. പക്ഷെ എനിമിക്കറിയാമല്ലോ, എനിമി മാപ്പൊക്കെ നോക്കൂടാ. നീ ഇവിടെ ഒരു കണ്ണ് പോലത്തെ സാധനം കാണുവാണെങ്കിൽ കുഴപ്പമില്ല. നെറ്റിൻ്റെ അവിടെ അതൊക്കെ ഞാൻ നോക്കിക്കോളാം. അവിടെ നീ ഒന്ന് ഹൈ കാണിച്ചേ. ഹോയ് എന്ത് ഹൈ കാണിക്കാൻ ഞാൻ പറഞ്ഞ ചുമ്മാ. അവിടെ എന്താടാ അവനെ വെട്ടിക്കറാ. സ്നൈപ്പറുടെ ആവശ്യം ഉണ്ടായിടോ, അതാ നല്ലത്. അവൻ്റെ കൂപ്പർ പിന്നെ അല്ലാണ്ട് സ്നൈപ്പർ ഇല്ലാണ്ട് നമ്മളൊക്കെ പാവങ്ങളുടെ. ഞാൻ ആ പുള്ളി ഞാനൊന്ന് ഹൈ അയച്ചു കൊടുക്കും. അവിടെ എന്നെ കണ്ടോ ഹൈ കാണിച്ചത്? നിന്നെ ഇപ്പം തന്നെ വിടുകടാ. അയ്യോ ഹെൽത്ത് വിട്ടേക്കാം. പകുതി ഹെൽത്ത് പോയി. ആ വിടയിച്ചു തന്നെ. എന്തിയാ പിന്നെ ഇല്ലല്ലോ. എനിക്ക് ഒരുത്തനെയും വെടിവെക്കാൻ പറ്റുന്നില്ലോ. ബാക്കി എനിക്ക് ഒരുത്തനെയും വെടിവെക്കാൻ പറ്റില്ല. നീ ഒന്നും ചെയ്തിട്ടൊരു കാര്യമില്ല കേട്ടോ. എന്താടാ എനിക്ക് മാത്രം കൈ ജയിക്കാൻ പറ്റാതെ? അത് നിൻ്റെ ഈ തോക്കൽ തന്നെ. നീ ആ ക്ലാഷ് കോഡിൽ എത്ര നേരം ഇവിടെ തോറ്റേ ഒന്നാലോചിച്ചേ. ക്ലാഷ് കോഡില്ലല്ലേ, മറ്റേ ഇതുള്ള സ്ഥലത്ത് നീ എത്ര വയസ്സാടാ തോറ്റേ? 15. പിന്നെ അവൻ്റെ 15. ഞാൻ പറയുന്നില്ല. അവിടെ കണ്ടില്ലൂടെ എനിമീൻ്റെ അവിടെ പെയിൻ്റാ. ഇനിയിപ്പോൾ എന്താ ബ്ലെയിൻ പൊക്കൂടെ? ബ്ലെയിന് ഇഷ്ടമുള്ള സ്ഥലത്തോട്ട് പൊക്കോളൂ. അവിടെ സോണ്ട്ര ഓടുക. ഓടുക ഞാൻ ഇനി അതിനും നേരം. ഓക്കെ എടാ ഞാൻ ഉദ്ദേശിക്കാൻ ഇതാണ് സ്നൈപ്പർ. എനിക്ക് നീ ഒന്ന് പെട്ടെന്ന് ഓടറാ. അവിടെ സോണൊക്കെ നിന്നെ ഒട്ടിച്ച് ഞാൻ പോവാടാ. ഞാൻ അതിന് അവിടെ ഏക്കെ കൊടുക്കണ്ട. അവിടെ ഞാൻ ഓടുവാടാ. എൻ്റെ ഡിസ്റ്റർബ് ചെയ്യല്. നിന്നെ ഞാൻ എവിടെ ഡിസ്റ്റർബ് ചെയ്യണം? അവിടെ ഒരു വണ്ടി അതെടുക്ക്. എടുക്കാടാ. അതെനിക്ക് എന്താ പോലെയാടാ. ആ സോണിൻ്റെ നേരെ അങ്ങോട്ട് പോകും. വണ്ടിക്കാണെങ്കിൽ കുറച്ചുകൂടെ സ്പീഡ് ഉണ്ടല്ലോ, അതാണ് ഞാൻ എന്നോട് പറഞ്ഞത്. നീ ഞാനോ ഈ ഒറ്റ ഒരുത്തൻ ഞാനോ എൻ്റെ അവിടെ എന്നെ കുറ്റം പറയാത്ത കാര്യമുണ്ടോ? അവിടെ ഈ ഫ്രീ ഫയറിൽ ഒരു വലിയ നൂബുണ്ട്. ഞാൻ ഇവനോട് എത്ര പ്രാവശ്യം പറഞ്ഞു ഞാൻ നൂബല്ല പ്രോയാണ്. ഞാനിപ്പോൾ പുതിയ പ്രാവശ്യം പ്രോ ആയതാണ്. എന്നിട്ട് ഇവന്മാർക്ക് മനസ്സിലായില്ല കേട്ടോ. എന്താ ഭയങ്കര ഷോക്ക്. എന്തെങ്കിലും നീ ഒരു എനിമീനെ വെടിവെച്ചേ. നീ ഇപ്പം തന്നെ ചാവോ? ഇടാ മോനെ,
ഞാൻ ചാവത്തില്ല. അവിടെ അവിടെ ഒരു എനിമി. അവനെ നീ ഒന്നുമല്ലേ? അവനെ പൊക്കല്ല, പനവല്ല. അവനെന്താ പൊട്ടം കളിക്കാനാ? പൊട്ടം കളിക്കാനുണ്ടോ അവൻ? നീയും കൂടെ പൊട്ടം കളിക്കാതെ പനോടേക്ക് എന്താണ് നോക്കിയിരിക്കണേ? തലകിട്ട് അവനെ കൊടുക്ക. കൊടുത്തിട്ടുണ്ടോ അവനെ? കൊടുത്തിട്ടുണ്ട് ഞാൻ ഇങ്ങോട്ട്. ഷോർട്ട് കണ്ണൊക്കെ ഉണ്ടല്ലോ, എടുത്താലോ? എന്തിനാണ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അവിടെ ഇപ്പോഴത്തേന് മുമ്പൊക്കെ ഇങ്ങനെയാണോ ഇങ്ങനത്തെ ഓരോരോ സാധനങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ കയറിയിരിക്കും. വേറെ ഒരു എനിമീനെ കണ്ടോ നീ? അങ്ങനെ എനിമീലാവോ? അതിൻ്റെ തലയൊക്കെ അടിക്കൂട്ടാ. ഇത് ഫൈനൽ ഫൈറ്റ് അല്ലേടാ, ഞാൻ കുഴപ്പമില്ല. എനിമി വരണുള്ളൂ. അടാ ഇതാണ് ഞാൻ ആ പറഞ്ഞ പീക്ക്. ഈ സ്ഥലമാണ് അയ്യേ. അത് നീ അയ്യേന്നൊക്കെ പറയും, പക്ഷെ ഇത് ഭയങ്കര സൂപ്പറാടാ. എന്തോ എങ്ങനെ പിന്നെ കണ്ട എനിമി അടിക്കുന്നുണ്ടോ? നീ ഹെൽത്ത് കൊടുക്കണോ മോനെ? ഹെൽത്ത് കൊടുക്ക. പോണ്ട അവിടെ നിന്ന്, ഇവിടെ നിന്നും അല്ല ഒന്നാടാ. കണ്ട നിൻ്റെ തലക്കിട്ടൊരെണ്ണം കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയുണ്ട്, സൂപ്പറല്ലേ? നല്ലതാടാ. ആ ബോയേ മടിച്ച് എന്ത് പൊട്ടനാടാ, അറിയപ്പെടാ അവൻ്റെ. ഓക്കെ ഗൈസ്, എന്നെ അവൻ നൂബെന്ന് വിളിച്ചത് ശരിയായിരുന്നു. എൻ്റെ പൊന്നളിയാ, എന്നെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാവും നൂബിനെ പോലെ തോന്നുന്നത്? ഞാൻ പണ്ട് പ്രോ പ്ലെയർ ആയതാണല്ലോ, ഇപ്പം എന്തോ പറ്റി? ഇതിലോട്ടോ നോക്കുന്ന ക്ലാഷ് കോഡിലൊന്ന് പോയി നോക്കാം. ഞാൻ അടുത്ത ആർക്കറിയാം എന്നെ കളിയാക്കോ? ഏതായിട്ട് ന്യൂബ് വന്നിട്ടുണ്ടല്ലോ ചേട്ടന്മാരെ. ഞാൻ ന്യൂബല്ല. അവിടെ ഓരോരുത്തർ പറയാറില്ല, എനിക്കറിയാം ഇതിനെക്കുറിച്ചൊക്കെ എനിക്കറിയാടാ ന്യൂബേ. അയ്യോ ചേട്ടാ, ഞാൻ ന്യൂബല്ല, ഞാൻ പ്രോ പ്ലെയർ. പിന്നെ അവൻ്റെ പ്രോ പ്ലെയർ. നീ എന്നെ റൂട്ടൻ്റെ സാധനം എടുത്തേ ഒരുത്തനെ വെടിവെക്കുന്ന സാധനമല്ല ചേട്ടാ. പിന്നെ ഇതെന്തിത് തന്നെ ഫയർ ബട്ടൺ ഇല്ലേ കാണിക്കണേ? ഫയർ ബട്ടൺ ഉണ്ടാവും, പക്ഷേ ഇത് ഓടിക്കണ തന്നെയല്ലേ. ഇതാരാ അവിടെ റോക്കറ്റ് പറപ്പിച്ചേ? ഞാനാ. വെറുതെ എന്നെ നോബ് വിളിച്ചോ. ഇപ്പം റോക്കറ്റ് പുറത്ത് കഴിഞ്ഞാൽ എന്താണോ കുഴപ്പം? ഞാനിപ്പോൾ കുഴപ്പമുണ്ട്. എന്തിനാ ചേട്ടന്മാർ അറിയുന്നത്? ഞാനിപ്പം തന്നെ ഒരു ഗോൾ അടിക്കും. എന്താ ഇതൊക്കെ? എന്ത് അവൻ്റെ തല കിട്ടുവാനും കൊടുക്കുന്നേ? എൻ്റെ തല കിട്ടുവാനും കൊടുക്കുക. അപ്പം ശരിയാവും എൻ്റെ. എങ്ങനെ കൊടുക്കും ചേട്ടാ? എനിക്ക് കൊടുക്കാൻ പോലും അറിയില്ല. ഞാൻ പറഞ്ഞില്ല, എനിക്ക് എപ്പോഴേ തോന്നി വന്നു പോവാന്ന്. അവിടെ ഫുള്ളും എനിമേ വഴക്കുണ്ടാക്കുക. എന്നെ വെടിവെക്കട പൊട്ടാ. ഓ നീ സൂപ്പർ. നീ എങ്ങനെയാടാ എനിമീനടിക്കേ? അതൊക്കെ ഉണ്ടടാ മാജിക്. എടാ നീ താഴെ പിന്നെ എല്ലാം പോയിട്ടോ. ശരി. നീ അങ്ങോട്ട് ചാടിപ്പോണേ? നിക്കറ നേരെയല്ലേ? വേണ്ട ഇവൻ പോലും തോറ്റി. എന്നിട്ടാണ് അവൻ്റെ ഷോർക്കൽ. നിനക്ക് പൈസ കിട്ടിയില്ലല്ലേ? എനിക്ക് പൈസ ഇല്ലെങ്കിൽ കുഴപ്പമില്ല ചേട്ടന്മാരെ. ചേട്ടന്മാർക്ക് എന്താ എൻ്റെ കളിയൊക്കെയില്ലെങ്കിൽ? എനിക്ക് കളിയൊക്കെയില്ലെങ്കിൽ ഒന്നും കിട്ടിയില്ലെന്ന് എനിക്കറിയാടാ. കണ്ട നിന്നെപ്പോലത്തെ കണ്ണ എൻ്റെ കയ്യിലുള്ള. ഗൈസ് ഈ ചേട്ടൻ്റെ കയ്യിൽ എൻ്റെ കണ്ണുണ്ട്. ഇവിടെ താളാ എൻ്റെ കണ്ണ്. ഇല്ല തരില്ല. താരെന്ത് ചെയ്യും? ശരിയാക്കി തരാൻ. അവിടെ കൂടുതൽ ഷോർക്കെന്ന് ഇന്നുണ്ടല്ലേ അടിക്കാൻ ഒന്നും പറയുന്നില്ല.
നീ എങ്ങോട്ടാണ് ഈ ഓടണേ? ഞാൻ ചേട്ടന്മാരുടെ കൂടെയാ ചേട്ടന്മാരെ. എന്താ രണ്ട് ചേട്ടന്മാരുണ്ടോ? എവിടെയാ? ചേട്ടൻ്റെ കയ്യിൽ സ്നൈപ്പറുണ്ടോ? സ്നൈപ്പറുണ്ടോ? സ്നൈപ്പറല്ല ആണെങ്കിൽ AK-47 ആര് കൂടാ കാണണം? ആരും എൻ്റെ തലകിട്ട് കൊട്ടുന്നുണ്ട്. അവളെ എന്നെ രക്ഷിക്കാൻ ഞാൻ കുറേ നേരമായി വിളിക്കുന്നത്. ശരി, എന്നെയും കൂടെ രക്ഷിക്ക്. അങ്ങനെ അങ്ങ് വിട്ടാൽ മതി. എടാ നീ ഞങ്ങളെ ഹെൽപ്പ് മീ കൊടുക്കടാ. ഹെൽപ്പ് മീ. എടാ എല്ലാവരും നമ്മളെ കൊന്നടാ. ശരിയെന്നാ. അവിടെ ഇപ്പം നമ്മുടെ കയ്യിൽ പിസ്റ്റലുള്ളതാ. നമുക്ക് എങ്ങനെയെങ്കിലും ജയിച്ചേ പറ്റുള്ളൂ. ഇപ്പം ജയിക്കാവില്ല, പരിപാടിയൊന്നുമില്ല ചേട്ടാ. ഇതിനൊക്കെ ഞാൻ ശരിയാക്കി തരാം. തസക്ക് തസക്ക് വരിക തസക്ക് 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 തസക്ക്. എൻ്റെ ഈ തസക്ക് നിർത്തിക്കോട്ടാ. ഞാനിപ്പോൾ നിന്നെ തസക്ക് വെക്കും. ഇനി തസക്ക് തന്നെയല്ല ഞാൻ പാടിയ ചേട്ടന്മാരെ. ഇവിടെ എവിടെയോ അനിമുണ്ടോ? നീ കണ്ടില്ലേ എവിടെയാണ് ഓപ്ഷൻ? അതൊക്കെ ഞാൻ കണ്ട്. അയ്യോ ചേട്ടന്മാരെ എന്നെ രക്ഷിക്ക്. കണ്ട് ഈ പേടി തോറിനൊക്കെ ഫ്രീ ഫയറിൽ വന്നതാണ്. ഇപ്പോഴത്തെ ഫ്രീ ഫയറിലെ ആൾക്കാരാ അതാ. ഏറ്റിട്ടാളെ ഒന്നും കാണാവേ. ഇപ്പം ശരി. അവിടെ എന്തിനാട് ഇരുട്ടായപ്പോൾ പേടിക്കണം? ഞാൻ മനസ്സിലോട്ടില്ല. എന്തിനാടാ? ചേട്ടന്മാരെ കുറച്ചായിരിക്കും ഞാൻ നോക്കൊക്കെ കിട്ടുന്നുണ്ടാരോ. ആണ്ടെ ആരും എന്നെ അടിച്ചിട്ട്. അവരുടെ ഹെൽപ്പ് ചെയ്യോളെ പൊട്ടാ. ഇനി അത് ഞാൻ പറഞ്ഞാനോ ഹെൽപ്പ് ചെയ്ത് മതിയാ. അപ്പം അവിടെ ഒരുത്തനുണ്ട്, അവനെ ഞാൻ വിടയിക്കട്ടെ. അവനെ എനിക്ക് വിടയിക്കാൻ പറ്റുമോ? എനിക്ക് പിന്നെ വിടയിക്കാൻ പറ്റില്ലോ. അവിടെ എന്നെ കൊല്ലല്ലേ ഒന്ന് പറഞ്ഞില്ലേ? എടാ എന്ത് ചെയ്യാനാ ചേട്ടന്മാരെ ഞാനിപ്പം? നീ ഒരു പരിപാടി ചെയ്യണ്ട. നീ ഒന്ന് ജയിക്കാൻ നോക്കിയാൽ മതി. അങ്ങനെ ഞങ്ങളുടെ ഈ റെക്കോർഡും പോയില്ലോടാ ഈശ്വര. ചേട്ടന്മാരെ എന്നെ കളിയാക്കല്ലേ ചേട്ടന്മാരെ. ഞാനൊരു ന്യൂബ് പ്ലെയറൊന്നും അല്ല, പ്രോ പ്ലെയറാ. ഇത്ര പ്രാവശ്യം ചേട്ടന്മാരോട് പറയണം. എന്നാൽ ശരി, നീ ഒരു കളിക്കെങ്കിലും ജയിക്ക്. ചേട്ടന്മാർ ഞാൻ ജയിച്ചോട്ടാണ് ഈ സ്കിന്നെടുത്ത് AK-47. പിന്നെ നീ തേങ്ങ ജയിച്ചു. ചേട്ടന്മാരെ എന്നെ ഒന്ന് വെറുതെ വിടും ചേട്ടന്മാരെ. എന്താ ആ ചേട്ടന്മാരെന്നെ ഹെഡ്ഷോട്ട് അടിക്കുന്ന ചേട്ടന്മാരെ. എനിക്ക് കളി അറിയത്തില്ല ചേട്ടന്മാരെ. എന്നാ നീ എന്തിനാണ് ഫ്രീ ഫയറിലോട്ടൊക്കെ വന്നേ? ഇത് PUBG പ്രാക്ടീസ് ചെയ്യുന്നോട്ടോ നീ. ചേട്ടന്മാരെ ഞാൻ കണ്ടില്ലേ, ഞാൻ ഒരുത്തനെ വെടി വെച്ചിട്ടുണ്ട്. ഒരുത്തനെ വെടി വെച്ച്. ബാക്കിൽ ഒരുത്തനെ എനിക്ക് വെടി വയ്ക്കാൻ പറ്റിയില്ല ചേട്ടന്മാരെ. ഇവനെ കൊണ്ട് ഇവൻ ഞങ്ങളുടെ റാങ്കൊക്കെ കളയും. ചേട്ടന്മാരെങ്ങനെയൊന്നും പറയല്ലേ, ഞാൻ പാവം. പിന്നെ അവൻ്റെ പാവം ഇപ്പം ശരിയാക്കി തരാം. ചേട്ടൻ ഒരു ഇത് കാണിച്ചോട്ടാ. അതാണ് വേണ്ട. ചേട്ടന്മാരെയൊക്കെ തോറ്റു. അവിടെ നീ ഇപ്രാവശ്യമെങ്കിലും ജയിക്കണം പൊട്ടാ. എന്നെ പൊട്ടാന്നാ കളിച്ചോ? നമ്മുടെ സ്വന്തം പൊട്ടാൻ താങ്കളാ. എന്താ എന്നെ കളിയാക്കണം? കളിയൊക്കെ ഞാൻ അറിയാലോ മോനെ. എൻ്റെ പൊന്നു ചേട്ടന്മാരെ, എൻ്റെ സ്കിൻ കണ്ടില്ലേ? AK-47 സ്കിൻ. പിന്നെ ഈ കണ്ണിൻ്റെ സ്കിൻ. ഈ കണ്ണിൻ്റെ പൊളിയാ കണ്ടില്ലേ? പിന്നെ അവൻ്റെ പൊളിക്കും ഞാൻ നിന്നെ. ചേട്ടന്മാരെ ഇവിടെ എവിടെയെങ്കിലും എനിമി ഉണ്ടാവും ചേട്ടന്മാരെ. നീ ഫസ്റ്റ് അവനെ വീട്ട് വയ്ക്കാൻ നോക്കും, എന്നിട്ട് മതി അവരെ എനിമി. ചേട്ടന്മാരെ ഞാൻ പറഞ്ഞില്ലേ, അവൻ്റെ വെടി ഇടാൻ ഞാൻ അവൻ്റെ തലക്കിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അവനെ ഹെൽപ്പ് ചെയ്യടാ പോട്ടാ. അവനെ വെടി വയ്ക്കുക. ഇവനെ നമുക്കൊന്ന് ഹെൽപ്പ് ചെയ്യാം. അവിടെ താങ്ക്സ് ഉള്ള മോനെ. ഇല്ല, അവിടെ ഒരു എനിമി ഉണ്ട്.
ആരും എൻ്റെ തലക്കെട്ടോട്ടിക്കേ ടോയത്തിന് നീ ചത്തില്ലല്ലോ, അത് തന്നെ വലിയ കാര്യം. ഓ അങ്ങനെ അവനെയും കൊന്നു. അവിടെ ഇപ്രാവശ്യമെങ്കിലും നീ അവനോടാ ഈ താങ്ക്സ് ആടാ, നീ ഇപ്പോൾ പ്രോ പ്ലെയറാ. നേരത്തെ കളിയാക്കിയില്ലേ, ഞാൻ പ്രോ പ്ലെയർ അല്ല. പോടാ അവൻ്റെ പ്രോ പ്ലെയർ. ചേട്ടാ പ്ലീസ് ചേട്ടാ, അറിയാണ്ട് വിളിച്ചാ ബ്രോ ന്യൂബെന്നൊക്കെ. ആണോ ഈ കളി എനിക്ക് ടഫാണ് ബ്രോ, അതാണ് ബ്രോ. ഇത് എങ്ങനെയെങ്കിലും വിളിച്ചോ, ന്യൂബെന്ന് കളിയാക്കിയും വിളിച്ചോ. ന്യൂബ് മതി പർച്ചേസ് ചെയ്തത്, നീ ഞങ്ങൾ പോകണം. അല്ല ചേട്ടാ വരാ, എന്തേലും അവിടെ തുണിയൊക്കെ അലക്കിട്ടേക്കണേ, നമുക്ക് ഡ്രസ്സൊക്കെ ഇടാൻ വേണ്ടോളൂ, അല്ലെങ്കിൽ നമ്മൾ തുണിയില്ലാണ്ട് ഗെയിം കളിക്കുമോ? എന്തെങ്കിലും ആവട്ടെ. ഈ ബാക്കിൽ എരിവുണ്ടോ ചേട്ടാ പോരെ, അവനെ അല്ലേടാ ഞാൻ ഈ വെഡ് ചെയ്യണം, കണ്ടൂടെ? അണ്ണാ നിൻ്റെ വലിയ ഗ്രനേഡെങ്കിലും ഉണ്ടോടാ പൊട്ടാ, എന്നെ വെട്ടിവെക്കടാ അവനെ. എടാ മോനെ വെടി വെക്കടാ മോനെ. ഞാനൊരു വെടി വെച്ച് കൊടുത്തിട്ടുണ്ട് ചേട്ടന്മാരെ. നീ ഒരെണ്ണം ഇല്ലേ, നീ 10 കൊടുക്കടാ അമ്മമാർക്ക്. അവന്മാരെന്തോ ഒരു സ്കില്ലെടുത്ത്. ഞങ്ങൾ 2 പേരില്ലേ, നീ അങ്ങോട്ട് വന്നേ. അങ്ങോട്ട് വേണം എന്നെ അങ്ങോട്ട് ട്രാപ്പാക്കാൻ. എന്നോ ട്രാപ്പാക്കാനൊന്നും ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല. നീ ബാക്കിലൊന്നും നോക്ക്. എൻ്റെ പൊന്ന് പൊട്ടന്മാരെ, അതിൻ്റെ ഉള്ളിൽ ഒരു തേങ്ങയുമില്ല. അപ്പോഴാ പൊട്ടന്മാരെ തിരക്കില്ലെന്ന് പറഞ്ഞൊരു പെട്ടി. എടാ അവരെങ്കിലും ഇവിടെ, ഞാനാണ് അവനെ അവിടേക്ക്. നീയാ? നീ ഇത്രയും പ്രോയാണോ ഏടാ? പിന്നെ അല്ലാണ്ട് ഞാൻ ഇത്രയും പ്രോയ? എൻ്റെ മോനെ ഇവൻ തോണ്ട പ്രോയാണ്ടാ, ഇവനെ കളിയാക്കാൻ പാടില്ല. അതല്ല ഞാൻ ഇത്രയും ചേട്ടന്മാരോട് പറഞ്ഞേ, ഞങ്ങൾ പറയുന്നതൊന്നും അനുസരിക്കത്തില്ലടാ. ഇത്തിരി മൈൻഡാടാ നമ്മൾ. നല്ലതാ മൈൻഡൊക്കെ, നമുക്ക് പിന്നീട് കാണാം. അപ്പം ഞങ്ങൾ ഗെയിമിൽ ജയിക്കാൻ നോക്കും. അവിടെ എവിടെ തന്നെ എങ്ങനെയാണോ നിനക്ക് സ്കിന്നൊക്കെ കിട്ടി? ഇതൊക്കെ ഉണ്ട് ചേട്ടന്മാരെ. ഞാനിപ്പോൾ സ്നൈപ്പർ എടുത്താ എല്ലാത്തിനും പൊട്ടിക്കാൻ പറ്റി. അപ്പോഴാണ് വേറെ തന്നെ മെടിവെച്ചത്. എടാ മോനെ നടയിച്ചടാ, ഞാനിപ്പോൾ ഇടയ്ക്കരാം, എന്നിപ്പോൾ തന്നെ വിളിക്കാം. അവിടെ നീ ഒരുത്തനെങ്കിലും പിടിക്കണം, പ്ലീസ് ഒരുത്തനെങ്കിലും, ഒറ്റ പിടി. കണ്ടോ ഇപ്പം കാരണം ഞങ്ങളുടെ റാങ്കും പോയി. കണ്ടോ എന്നാ കാര്യം ഉണ്ടായിരുന്നടാ. കുഴപ്പമില്ല, നമ്മുടെ ഒരു ടീമുണ്ട്, ഞെക്കില്ല അവന്. നല്ലതാ, ഇപ്പം വന്ന് തോക്കും. അയ്യോ തോക്കല്ല, അയ്യോ എന്നെ ഒവാക്കല്ലേ. ഞാൻ പോയായിരുന്നു, എൻ്റെ നെറ്റ് പോയി. നെറ്റ് പോയി അവനവിടെ. നെറ്റ് പോയോ എന്നെ ഗൈസ്, ഇതിലും ഞാൻ തോറ്റി എന്ത് ചെയ്യാനാ ഗൈസ്? അതൊക്കെ വേറെ ഏതെങ്കിലും ഒരു വഴി നോക്കേണ്ടി വരും. അത് തന്നെ പറ്റുള്ളൂ. എനിക്കൊരു രൂപ അവന്മാരോട് ഞാൻ നേരത്തെ പറഞ്ഞതാ, ഞാൻ നൂപല്ലാന്ന്. അമ്മക്കത് പറഞ്ഞാൽ കേട്ടൂടെ? ഇപ്പം ശരിയാക്കി തരാം. എൻ്റെ കണ്ണൊന്ന് നൈസായിട്ടൊന്ന് മാറ്റട്ടെ. ഞാൻ ഈ കണ്ണൊന്ന് ഡൗൺലോഡ് ചെയ്യട്ടാടാ, വരാം. അല്ല പിന്നെ എന്താ കണ്ണ് വരട്ടെ. അയ്യേ പൊട്ടെ ആണോ? ഇപ്പം ശരിയാക്കി തരാടാ. ഇപ്പം ശരിയായ ഞാൻ തൊഴിൽ ഈ കണ്ണൊക്കെ ഉണ്ടടാ. ഇന്നല്ലാണ്ട് നീ ഒന്ന് ലക്കി ട്രോൾ അടിച്ച്, അത് ഞാൻ നോക്കട്ടെ. ഇതിനകത്ത് നിനക്ക് എല്ലാം ചെയ്യാൻ പറ്റുമല്ലോ. നീ ഒന്ന് സ്പിൻ ചെയ്താടാ. സ്പിന്നോ ചെയ്യാലോ. അവിടെ നിനക്ക് ഒരു ഡയമണ്ട് പോലും കിട്ടി, എന്നിട്ട് നീ ഷോറിൽ. ചേട്ടന്മാരെന്താണ് എന്നെ കളിയാക്കണേ? ഒരു സ്പിന്നും കൂടെ ചെയ്യും, അതിനെനിക്ക് ഡയമണ്ട് വേണം കൂടാ. ഞങ്ങളുടെ എത്ര ഡയമണ്ട് ഒന്നും അറിയോടാ.
ഇതൊക്കെ നിനക്ക് വാങ്ങിക്കാൻ പറ്റുമോ? ഇല്ല ചേട്ടാമാരെ. പിന്നെ നീ നെറൂട്ടോൻ്റെ വാങ്ങിക്കോ. നെറൂട്ടോൻ്റെ ഞാൻ ഇനി എങ്ങനെ വാങ്ങിക്കാനാ ചേട്ടന്മാരെ? എനിക്ക് വാങ്ങിക്കാനും പറ്റത്തില്ല. നീ നെറൂട്ടോ വാങ്ങിക്കണോ? സീനാണോ എൻ്റെ പൊന്നെ. നെറൂട്ടോ എനിക്ക് വാങ്ങിക്കണമെന്നുണ്ട്, പക്ഷെ എന്താ വായിക്കാൻ പറ്റത്തില്ല. നല്ലതാണ്. എന്ത് ചെയ്യാം നമ്മളിനി? ഇനി എന്ത് ചെയ്യാൻ? അങ്ങ് തോറ്റു കാത്തുള്ളൂ. അതാ നിങ്ങൾ കളിയാക്കി എനിക്ക് മനസ്സിലായി. ഞാനിനി ഈ കളിക്കുന്നില്ല. പൊട്ടേ അതെ, നീ ഇപ്പം കോയിൻ വെച്ചോണ്ടല്ലേ അടാ ഇപ്പം ചെയ്യുന്നത്? അതെ ചേട്ടന്മാരെ. അടാ ഇവനെ ഇങ്ങനെ വരുന്നോടാ കിട്ടുന്നേ. അത് ശരി, ഇതൊക്കെ എന്ത് മോനെ? ഒരു സ്പിന്നും കൂടെ അടിക്കാൻ പറ്റുമോ? ഇല്ല മോനെ, പൈസ വേണം. ഇപ്പം എന്ത് ചെയ്യും നമ്മൾ? ഇപ്പം ഇത്രയും കിട്ടിയില്ലേ? നീ ഒന്ന് ട്രെയിനിങ്ങിൽ പോയിട്ടൊന്ന് ട്രെയിനിങ്. ഓക്കെ. അല്ല അവന്മാരെന്നെ കളിയാകില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അവരെന്നെ കളിയാകില്ല. എന്ത് ചെയ്യാനാ? ഇപ്പോഴത്തെ ആൾക്കാരൊക്കെ എങ്ങനെയാണ്? ഇപ്പം എന്നാ പണ്ട് നൂബിയെന്ന് കളിയാക്കുമായിരുന്നു എല്ലാവരും. ഞാൻ ഈ ബോൾ വെച്ചോണ്ട് എല്ലാത്തിനും ഞാൻ കൊത്തത്തൊന്നുമില്ല, ആണെങ്കിൽ ഹെഡ് ഷോട്ട് അടിക്കും. എടാ മോനെ, വേണ്ട. എടാ എന്നെ ഓർമ്മയില്ലേ? ഓർമ്മയില്ല. ഇവന്മാരായിരുന്നു പട്ട ഫാക്ട് ഷോട്ട്. എന്നെ തലക്കെട്ടോന്ന് അടിച്ച് ഇപ്പം മനസ്സിലായ ചേട്ടാ? മനസ്സിലായി എൻ്റെ ബുദ്ധി. അന്ന് ചേച്ചി ആ പ്ലേറ്റ് എടുത്തൊന്നും അടിച്ചേ. പ്ലേറ്റാ ഇപ്പം അടിച്ചേരാ. ഇപ്പം ഒരു 5 മിനിറ്റ് മതി. ഇപ്പം വരും ഞാൻ. പ്ലേറ്റ് എടുത്തു. എന്നിട്ട് ഇവിടെ വന്നിട്ട് ചേട്ടാ റെഡിയല്ലേ? ഓണ്ടാ പോനെ. അങ്ങനെയുണ്ട്. മറ്റേ മോനെ ഈ ഏറ്റവും സ്കിന്നുണ്ടോ? അപ്പം എന്നെ ഈ ബാറ്റ് വെച്ചോണ്ട് അടിച്ചു. ബാറ്റല്ല ചേട്ടാ, പാത്രം. ഓക്കെ, നീ ഫസ്റ്റ് കൂടുതൽ മിണ്ടാണ്ട് കൊടുക്കാനല്ലേ? അതെ, കൊടുത്ത ഇതൊക്കെ ചേട്ടാ മാരെ. ഒരെണ്ണത്തിൽ വേറെ സ്കിന്ന്, മറ്റേതിനകത്ത് വേറെ സ്കിന്ന്. അപ്പം എങ്ങനെ? വെയിറ്റ് നീ എന്നെ അടിച്ചു, പക്ഷേ ഇവനെ അടിച്ചു നോക്കിയാൽ ഇവനെ ഇപ്പം ശരിയായി തരാം. ഇന്ന് പിടിച്ചോ. എലി ഫ്യൂ മിനിറ്റ്സ് ലേറ്റർ. ഇന്ന് പിടിച്ചോ. അയ്യോ, ഇതെന്താ ചാവാത്തത്? തല കിട്ടും. മോനെ എന്നെ കണ്ണെടുത്തൊന്ന് അടിച്ചു നോക്കിയേ. കണ്ണല്ലേ? പട്ട ഫാക്ട് ഷോ. ആ കണ്ണും കൊണ്ട് പറ്റുന്നില്ല. ഈ പട്ട ഫാക്ട് ഷോ. മോനെ നീ ഒരു പിസ്റ്റൽ എടുത്തേ. എന്നാ ചേട്ടാ, ഞാൻ എടുത്തോണ്ട്. ഏത് പിസ്റ്റലും എടുക്കും? നമുക്ക് 2 പിസ്റ്റലുകൾ എടുക്കാം. ചേട്ടാ വരെ ഞാൻ 2 പിസ്റ്റൽ എടുത്തിട്ടുണ്ട്. എന്നാൽ എൻ്റെ തലയിൽ വന്ന് അടിച്ച്. എൻ്റെ പൊന്നു ചേട്ടന്മാരെ, ഇതെന്തത്? ചേട്ടന്മാരെ തല ഇരുമ്പ് കൊണ്ടാണ് ഉണ്ടാക്കിയത്. നീ അതൊന്നും നോക്കണ്ടാ, നമ്മളെ ഒന്ന് തോപ്പിക്കാൻ നോക്കണോ മോനെ? എൻ്റെ പൊന്നു ചേട്ടന്മാരെ, ഇതേപോലത്തെ ഒരു സ്റ്റീല് ഞാൻ ആദ്യമായിട്ട് കാണുന്നു. പക്ഷെ ഈ ചേട്ടന്മാരെയൊക്കെ കുഴപ്പമില്ലായിരുന്നു. ഈ ചേട്ടന് ഒരു കുഴപ്പമില്ല. ഇവൻ ഒറ്റടി കളിച്ച് മറ്റേ ഇപ്പം ശരിയാകത്തില്ല. പട്ട ഫാക്ട് ഷോട്ട് കണ്ട, ഒറ്റ വീഴില്ലേ? നീ കാണിച്ചു തരാം. നീ കുറേ എണ്ണം അടിച്ചല്ലേ? പട്ട ഫാക്ട് ഷോട്ട്. പട്ട ഫാക്ട് ഷോട്ട്. പട്ട ഫാക്ട് ഷോട്ട്. പട്ട ഫാക്ട് ഷോട്ട്. പട്ട ഫാക്ട് ഷോട്ട്.
മശ 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 മശ. അവിടെ അവിടെ ഇരിക്കണം ആർക്കന്നെ നടി ഈ പാത്രം കൊണ്ട്. ആണ് ഇപ്പം ശരിയാക്കി തരാം, ഇപ്പം ശരിയാക്കി തരാം. ചേട്ടാമാരെ എന്നെ ഒന്ന് കെട്ടിക്കണം നീ ചാട്ടി. ഇപ്പം ശരിയാക്കി തരാ ചേട്ടാ. ചേട്ടാ തലകിട്ടൊന്നും അടിച്ചോട്ടെ. ചേട്ടന്മാരെ അത്ര സീനല്ല. എൻ്റെ കയ്യിൽ ഈ കണ്ണിൻ്റെ സ്കിന്ന് കണ്ടില്ലേ ഏക്കവിടുന്നതിൻ്റെ. ഇപ്പം ആ ചേട്ടന്മാരൊന്നും ഇല്ലല്ലോ. പിന്നെ എങ്ങനെയാടാ തനിക്കുണ്ടാവുന്നത്? ഇയാൾക്കെന്താ കണ്ണ് കണ്ടുകൂടി? ഒറ്റപടി അവിടെ ഞങ്ങളൊക്കെ ഹെഡ് ഷോട്ട് അടിക്കാമെന്ന് വിചാരിച്ചാണെന്നല്ലേ. അല്ലെങ്കിൽ ഞാൻ ഹെഡ് ഷോട്ട് അടിക്കും. അതിന് നെഞ്ചിന് ഹെഡ് ഉണ്ടാടാ. നെഞ്ചിന് തലയില്ല, നെഞ്ചിനുള്ളിൽ ഹൈഡ്രജൻ ഉണ്ട്. പോടാ ചേട്ടന്മാരൊന്ന് വന്നേ, കുറേ നേരമായി പമ്പരം കളിക്കണേ. കണ്ട എന്നാ ശരി മോനൊന്ന് ആ ഏക്ക് എവിടെ എൻ്റെ സ്കിന്ന് കാണിച്ച. സ്കിന്നില്ലല്ലോ ഇനി. ശരി ഇവന് സ്കിന്നില്ല. പട്ട ഫ്ലാഗ് ഷോട്ട് എടാ എൻ്റെ ഒരുത്തിനെ നീ കൊന്ന അതെങ്ങനെ? അതൊക്കെ ഉണ്ട് ചേട്ടന്മാരെ. ഒറ്റടി അപ്പം ഞാൻ ശരിയാക്കി തരാം. അവിടെ ഇവൻ പ്രോയൊന്നും അല്ലടാ, എനിക്കറിയാം പ്രോയല്ലത്. ഇപ്പം ക്ലാഷ് കോഡിൽ ചത്തിട്ട് ഇവൻ വന്നേക്കോ ട്രെയിനിങ്ങിലോട്ട്. എന്താണ് ചേട്ടന്മാരെ അങ്ങനത്തെ ഒരു ചോദ്യം? എനിക്ക് പലതും ചെയ്യട്ടാ. ഞാൻ നറൂട്ടോൻ്റെ സ്കിൻ വരെ എടുക്കും ഡയമണ്ട് കൂട്ടാൻ. എങ്ങനെ കൂട്ടുകൂടാ? ഈ 6 വർഷം നീ ഈ ഫ്രീ ഫയർ കളിച്ച് ഉണ്ടാക്കണം പറയേക്കാം. ഇപ്പം ശരിയാക്കി തരാം ചേട്ടന്മാരെ ഡയമണ്ട്. എന്നാൽ ശരി ഒരു ഡയമണ്ട് തന്നെ അവിടേക്ക്. പട്ട ഫാഗ് ഷോട്ട് മതിയാ ഡയമണ്ട്. ആ ഡയമണ്ട് അല്ലെന്ന്. എന്നാൽ ശരി ഈ ഡയമണ്ട് മതിയാ. പട്ട ഫാഗ് ഷോട്ട് അതല്ല ഞാൻ നിന്നോട് പറഞ്ഞ അതല്ലെന്ന്. ആ പാത്രം എടുത്തോട്ട് ഒരു അടിയടിച്ച്. അപ്പോൾ ഞങ്ങൾക്ക് കൂടുതൽ ഡയമണ്ട് കിട്ടും. ഈ നീലയല്ലേ ആണോ? ഓയോ ഓളോ എനിക്ക് ഡയമണ്ട് ഒന്നും കിട്ടിയില്ല. നല്ലതാ കിട്ടണം, ഡയമണ്ട് കിട്ടണം ചേട്ടന്. ശരി നീ ഒന്ന് ഫൈറ്റിനാ ഇറങ്ങിയേ. ഓക്കെ ഇറങ്ങാലോ. പറഞ്ഞു ഞാൻ ഇപ്പം. എനിക്കൊരു പേടിയില്ല. നിങ്ങളെ അറിയാം എനിക്കൊരു പേടിയില്ല. ഇങ്ങനെ കളി. ആ ഒരു ചേച്ചി ഹലോ എന്നെ ലവ് വെക്കോ? ഏതായാലാടാ നിൻ്റെ ലവ് എടുത്തോണ്ട് പോടാ നിൻ്റെ. വേണ്ട ലവ് ചേട്ടാ കൂടുതൽ ഷോർക്കണ്ട. ഷോർക്കൊന്നും നീ ഇടപെട്ടാ. എൻ്റെ ഏക്കൻ്റെ പവർ അറിയണോ നിങ്ങൾ? ചേട്ടാ മോനെ തലക്കിട്ട് വന്നാൽ കൊടുത്തിട്ടുണ്ട് കൈസ്. അയ്യോ ആ ചേട്ടൻ ഇട്ട് കൊടുക്കണം. ഇതാദ്യം എന്നെ വെടി വെക്കണം. എനിക്ക് കാരണം ജയിക്കാനും പറ്റുന്നില്ല. ഈ ചേട്ടയ്ക്ക് ആരോ ഈ വെട്ടി വീഴുന്നത്. ഇപ്പം എൻ്റെ കയ്യിൽ സീൻ കൺസൊക്കെയാണല്ലോ. നമുക്കൊന്നും കൂടെ നോക്കി ഇതും കൂടെ കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഈ ഗെയിം നിർത്തും. അതല്ലേ ഞാൻ എന്നോട് പറഞ്ഞ നിർത്താൻ. ഞാൻ ഒരുത്തനെ വെടിവെച്ചിട്ടുണ്ട്. ഒരുത്തനെ മാത്രം വെടിവെച്ചാൽ പോരാ, ഇനി ഒരുത്തനെ വേണം. ഞാൻ എന്ത് ചെയ്യാനും കഴിച്ച് ഇതിപ്പാ എല്ലാത്തിനെയും വെടി വെക്കണമെന്ന് ആ ചേട്ടൻ പറഞ്ഞു. നോക്കാം നന്നാക്ക്. എൻ്റെ പൊന്ന് കർത്താവേ അവനോടി ഇനി എനിക്ക് വെട്ടി വയ്ക്കാൻ പോലും പറ്റുന്നില്ല. ആരും എൻ്റെ ഗ്ലൂ ബോൾ കളയുന്നു. നമുക്ക് വീണ്ടും എടുത്ത് വയ്ക്കാം അല്ലേ? എന്നെ ആരാ എൻ്റെ ഗ്ലൂ ബോളായിട്ട് കളയണേ? ഈ അവിടെ ബഹളം ഉണ്ടല്ല. എന്താ ബഹളം എനിക്കറിഞ്ഞൂടാ. നമുക്കൊന്ന് ഹെൽത്ത് കൂട്ടേക്കാം. ഞാനെൻ്റെ ഗ്ലൂ ബോൾ കളയുന്നത്
ആരാൻ്റെ തലക്കിട്ട് പിടിക്കുന്നു? ആരാൻ്റെ തലക്കിട്ട് പിടിച്ചല്ല കർത്താവ്. ഇവിടെ ആരൊക്കെ എൻ്റെ തലക്കിട്ട് ഒടയിക്കോ? ഒരുത്തനെ ഞാൻ ഒടിച്ചിട്ടുണ്ട്, അടുത്താനും കൊടുക്കണം. Man, ഇവിടെ എൻ്റെ പൊന്ന് കേസ്, ഇവന്മാരെ എനിക്ക് അടിക്കാനും പറ്റുന്നില്ല. ഞാൻ പണ്ടത്തെ ഒരു ന്യൂവായിരുന്നു എന്ന് എനിക്ക് ഇപ്പോഴാണ് അറിയാൻ പറ്റിയത്. എനിക്കൊന്നും അടിക്കാൻ പോലും പറ്റുന്നില്ല. എനിക്ക് അടിക്കാൻ പോലും പറ്റുന്നില്ല. ഇത് ചെയ്യാൻ കഴിയും, അടിക്കാൻ പോലും പറ്റുന്നില്ല. ഒരുത്തരെ ഞാൻ വെട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്നും കാര്യമില്ല, അവനെയും കൂടെ വെട്ടി വയ്ക്കാനുണ്ട്. അപ്പോൾ ഒരുത്തം വന്നേക്കണം, ആ ഒരു പേട്ട കണ്ണായിട്ട്. എന്നിട്ട് ഇവരെന്നെ വെട്ടി വയ്ക്കുന്നുണ്ട് കൈസ്. ഞാനാണെങ്കിൽ ഇപ്പം തന്നെ ചാവും കേട്ടോ. ഞാനിപ്പോൾ തന്നെ ചത്ത് കൈസ്. ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ആലോചിക്കണം. മാരൊക്കെ പ്രോ പ്ലെയറാണ്, അത് തന്നെ ഒരു കുഴപ്പമുണ്ട്. എന്തായാലും ഞാൻ റീസ്പോൺ ആയാനെ വെട്ടി വയ്ക്കും. എനിക്കൊരു മൈൻഡായി. ഞാൻ ആരും വരാണ്ടിരിക്കാൻ ഇവിടെ ഗ്ലൂകള് തെറ്റാണ്. അപ്പോഴാണ് അവിടെ ഏതൊരുത്തൻ വന്നു. അപ്പം എന്നെ നേരത്തെ ഇവിടെ വെച്ചാണ് ഞാൻ. എന്നിട്ട് അവരെന്നെ വീണ്ടും വിട്ട് വെച്ച്. വാട്ട് ഹെവി കുത്തമ്മ. അവൻ ഏത് വീട്ടിൽ കളിക്കുന്നതെന്ന് എനിക്കറിയാം. ആ കാണുന്ന വീട്ടിൽ. എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഇവൻ ഇവിടെ വന്നു. അവനെന്തോ ഈ ഇവിടെ കാര്യം. അവനെൻ്റെ തല നോക്കി അടിക്കുന്നത് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കി. തലയ്ക്ക് നോക്കി അടിക്കുന്നവൻ. അപ്പോൾ ശരിയാക്കി തരാം. ഞാൻ സെറ്റിങ്സ് കയറിയിട്ട് എല്ലാം ശരിയാക്കൂടാ, എല്ലാം ശരിയാക്കും. എല്ലാം ഉണ്ടോ? ഞാൻ എല്ലാം ഓണോ ശരിയാക്കില്ലേ? ഇപ്പം ശരിയാക്കി തരാം. സൗണ്ടിൽ അള്ളിമിട്ടിട്ട് മ്യൂസിക് സൗണ്ട് ഓഫ് ഇറ്റ്. വോയിസ് ഒന്നും വേണ്ട, ഇത് മാനുവൽ. ഇതൊക്കെ മതി. വൈബ്രേഷൻ ഒന്നും വേണ്ട. ഇപ്പം ശരിയാക്കി തരാം ഞാൻ. ഇപ്പം ശരിയാക്കി തരാം. പാരാണ്ട് തള്ളിക്കൊട്ട് വിട്ട് വെച്ചു. അപ്പോൾ ഞാൻ ഒരുത്തരെയും വിട്ട് വയ്ക്കാതെ പോയി. ഞാൻ മറ്റേ വെച്ചവരെ ഞാൻ കൊതു. ഞാൻ വെടിവയ്ക്കാൻ നോക്കിയതായിരുന്നു. അപ്പോൾ ആരെന്നെ വെടിവെച്ച്. എന്നെ വെടിവെച്ച പാവം ശരിയായില്ലല്ലോ. അവിടെ ഞാൻ അവനെ വെടിവെച്ച് കൊന്നു. അവിടെ ഞാൻ നല്ല രീതിയിൽ പ്രോ പ്ലെയർ ആയിരുന്നു. പണ്ട് ഞാൻ ന്യൂബായിരുന്നു. ഇപ്പം ഞാൻ റെക്കോർഡ് ചെയ്യാത്ത സമയത്തില്ലേ, ആ നേരത്തെ എന്താവും ഞാൻ ന്യൂ പ്ലെയറായി എന്താവും. ഇനി അതൊക്കെ ആവത് എനിക്ക് മനസ്സിൽ ഓർമ്മ വന്നു. ഞാൻ വെട്ടിവെച്ച് കൊന്നു കണ്ടോ. ഞാൻ അവനെ കൊന്നു കേസ്. എന്നിട്ട് ഞാൻ റെക്കോർഡ് ഒന്നും നിർത്താൻ നോക്കിയില്ല. ഒരു ക്ലാഷ് കൂടെ ഞാൻ എടുത്തിട്ടേ പോകത്തുള്ളൂ. എൻ്റെ തലക്കെട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചോ, അപ്പോൾ അതും പറ്റില്ല. അപ്പോൾ ഞാൻ ഇവൻ്റെ കയ്യിലിരിക്കണ കണ്ണ് നോക്കി പോകണ്ടേ. അതിൽ വയ്ക്കുന്നത് സൂപ്പർ കണ്ണോ. അവനെങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു ഇതുണ്ട്. നിങ്ങൾ ഇനി എൻ്റെ സെൻസിറ്റിവിറ്റിയിൽ ഞാനല്ലേ എന്നാണ് വെച്ചാൽ ഹെഡ് ഹോട്ട് അവല്ല ഇരുന്നത്. ഞാൻ ഇപ്പറഞ്ഞ സ്കോപ്പ് ഫ്രീ ക്യാമറ ബട്ടൺ. ഫ്രീ ക്യാമറ ബട്ടൺ എന്തിനാണെന്ന് എനിക്കിപ്പം മനസ്സിലായില്ല. ഏതൊരു പ്രോ പ്ലെയർ എൻ്റെ അടുത്ത് ഇരിക്കാൻ പാടില്ല. അപ്പോൾ കേസ് എവിടെ നിന്ന് ഒരു ന്യൂബ് ബംഗാളി വന്നതാണ്. ഞാൻ പിന്നെ മൈക്കല്ലേ ഓണാക്കുന്നതാണ്, അതിന് കുഴപ്പമില്ല കേസ്. അപ്പോൾ കേസ് എനിക്ക് ജയിക്കാനും പറ്റിയില്ല. അവൻ്റെ തലക്കിട്ട് ഞാൻ കൊടുത്തു, പക്ഷെ എന്നിട്ടും എനിക്ക് പറ്റിയില്ല. എന്നിട്ട് കേസ് ഞാൻ വിഷമിച്ച് കേസ്. ഞാനിപ്പോൾ പുതിയൊരു ഇത് വാങ്ങിച്ചേക്കുവാണ് കേസ്.
പാരച്ചൂട്ട്. അപ്പം ഞാൻ പട്ടിച്ചോറക്കാന്ന് വിചാരിച്ച് ഞാൻ നമ്മുടെ സാധാ വീട്ടിലോട്ട് ചെന്നു. ചുമ്മാ ഒന്ന് പട്ടിച്ചോർക്കാവേ ഇട്ടിട്ടത് നമ്മളിപ്പോൾ ഈ കണ്ണെടുത്തോണ്ട് എല്ലാത്തിനും വിട്ടേക്കും. പടപ്പടിക്കടി കളി പിടപടിക്കടി കളി പടപ്പടിക്കടി കളി പേഫോ അത്ര ഞങ്ങൾ ഇടയ്ക്കുക ഇച്ചവൻ്റെ തലക്കെട്ട് ഞാൻ കൊടുക്കും. തലക്കെട്ട് കേസ് ആ ഡ്രാഗനും കൂടെ ഉണ്ട്. ഏയ് ഇവൻ വീണ്ടും വന്നാ എടാ നിൻ്റെ പാരച്ചൂട്ടിന് എന്തെങ്കിലും ഒരു സ്കിൻ ഉണ്ടോടാ? ഉണ്ട് ചേട്ടാ വരെ പിക്ചർ അഭി ബാക്കി ഹേ വെയിറ്റ് മിനിറ്റ്. ഓ ഇവൻ്റെ പിക്ചർ എടാ നീ ഒന്ന് ആ സ്ഥലത്തൊന്ന് പോയാകെ ഭയങ്കര ഈസിയാണ്. നീ ഒന്ന് ഈസി കളിക്ക്. ഇതോടെ നിന്ന് കിട്ടിയിടാ നിൻ്റെ ചേട്ടൻ്റെ ഇത് മോഷ്ടിച്ചല്ലേ? അല്ല ചേട്ടാ വരാ ഞാൻ വാങ്ങിയതാ. ഇത് കണ്ടില്ലേ? എൻ്റെ പൊന്നോർത്തായി ഇവനാ തള്ളര് നിർത്തിക്കോട്ടോ അമ്മൻ്റെ. എൻ്റെ തള്ളനാന്ന് ചേട്ടന്മാർക്ക് എന്തിനാ അറിയാനേ? അതൊന്നും നീ അറിയണമല്ലോ. എൻ്റെ കാര്യം എന്തിനാടാ നീ അറിയണം? എനിക്കൊന്നും അറിയണമല്ലോ. എടേ ഓരോന്ന് പറഞ്ഞില്ലേ? ഏക്കെ കൊടുത്തൻ്റെ സ്കിന്ന് പറ്റിയ നേക്കുവാ പ്രോ പ്ലെയറാന്ന് വിചാരിക്കാൻ. ചേട്ടന്മാരെ ഞാൻ ഇപ്പം ചേട്ടന്മാരെ ഉദ്ദേശമുണ്ടോ? നല്ലോണം നല്ല ഉദ്ദേശമുണ്ട്. അതൊക്കെ ചേട്ടന്മാരെ തോന്നല. ചേട്ടന്മാരെ നേരെ ഈ ചേട്ടന്മാരെ നിർത്തിക്കൂടാ. പിന്നെ ചേട്ടന്മാരെ ഞാൻ എടാന്ന് വിളിക്കാൻ പറ്റുമോ? അതൊന്നും ഒരു നേരമാണ്. എന്തായാലും ഞാൻ ചെയ്യണ്ടോ മോനെ? ഞാൻ സാധനത്തിലൊന്ന് ചാടിയേ. ഞാൻ അങ്ങോട്ട് ചാടാനാ? ഞാൻ അങ്ങോട്ടൊന്ന് ചാട്. ഓക്കെ അവിടെ എൻ്റെ കണ്ണൊന്ന് റീലോഡ് ചെയ്ത്. കണ്ണ് റീലോഡ് ചെയ്തു. ഇപ്പം തന്നെ നിന്നെ അനിമി അടിക്കൂടാ. എങ്ങനെ ചേട്ടാ മല എന്നെ അനിമി അടിക്കുക? പിന്നെ നീ അവിടെ എന്തോ കാണിച്ച അവിടെ അനിമിനെ നീ കണ്ടിട്ടൊന്നുമില്ല. അവിടെ ഒരു ഹെൽത്തിൻ്റെ സാധനം കണ്ടിട്ടുണ്ട്. ഇതത്ര കണ്ടിട്ടുള്ളൂ, ആരൊന്നും കണ്ടിട്ടില്ല. ബാഗ് എന്തിനാണ്ട് എടുക്കാൻ പോയത്? എനിക്ക് ഓൾറെഡി ബാഗ് ഉണ്ടല്ലോ. നല്ല ചേട്ടന്മാരെ ഏത് ബാഗാ നോക്കിയാ? ശരി ഇങ്ങനെ ഒന്നും പറയുന്നില്ല. ചേട്ടാവരെ ക്ലാസ് കോഡിൽ ചേട്ടാവരെ എന്ത് കളിയാക്കലാണ്. അതൊക്കെ നിൻ്റെ ഒക്കെ തോന്നലാളവനെ. നീ ഇപ്പം ജയിച്ചത് എനിക്ക് അറിഞ്ഞുകൊണ്ടായിരുന്നു. പക്ഷെ നീ ട്രെയിനിങ്ങിൽ കുറച്ചെണ്ണം അല്ലേ തല കിട്ടുന്നുണ്ട്. ചേട്ടാവനെ ഞാൻ തല കാരണം എടുത്ത് കൊടുത്തിട്ടുണ്ട്. നീ എന്നെ വെറുതെ വിടും. പക്ഷേ ഈ വീഡിയോ കാണുന്നവർ എല്ലാം ലൈക്കും ഷെയറും സബ്ബും ചെയ്യണം. ഓക്കെ ആ ചേട്ടന്മാരെ പറഞ്ഞ പോലെ നിങ്ങൾ ലൈക്ക് ഷെയർ സബ്ബും ചെയ്തേക്കണം. ഓക്കെ കാണുന്ന പോടറാ അവിടെ ആ പെട്ടി അവിടെ ഫുൾ എനിമി. ഞാൻ പറഞ്ഞില്ല നേരത്തെ അവിടെ ഫുൾ എനിമി പൊട്ടന്മാരനെ പോലെ അവിടെ ഇരിക്കും. അപ്പോൾ അവർ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞോളാ. അവിടെ നിനക്ക് ഈ വിൻഡ്വില്ലിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുമോ? വിൻഡ്വില്ലിൻ്റെ ഉള്ളിൽ ഇല്ല ചേട്ടാവരെ. ഇവനെ കൊണ്ട് ഞാൻ തോറ്റി. ശരിയെന്നാ ചേട്ടാ പെക്കിന് എനിമി അടിക്കണം. എടാ നീ എന്തെങ്കിലും ചെയ്യടാ പൊട്ടാ. നീ എന്താ ന്യൂബാ? ഞാൻ ന്യൂബിനെ പോലെ ഒന്നും കളിക്കുന്നതല്ല ചേട്ടാവരെ. കണ്ട ഞാൻ അവനെ കില്ലെന്ന് പറഞ്ഞൊരു പെട്ടിയാക്കി ഞാൻ. അതുമാത്രല്ലേ നീ ചെയ്തുള്ളൂ. ഇതൊക്കെ ഞങ്ങൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ്. പക്ഷെ നിനക്ക് എങ്ങനെയാണ് ഇല്ലെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു വെട്ടി കിട്ടിയേ? അതുണ്ട് ഞങ്ങൾക്കൊക്കെ ഇതല്ലടാ കക്കൂസിൻ്റെ അതെല്ലാം ഉണ്ട്. അതെല്ലാം ഉണ്ടാവും ചേട്ടന്മാരെ. ഞാൻ ഇന്ന് ഈ കളി കളിച്ചിട്ടേ പോകത്തുള്ളൂ. എങ്കിലും ഞാൻ ഉണ്ടോന്നൊന്നും നോക്കില്ല. ഈ സാധനം ഒന്ന് തുറക്കോ? തുറക്കത്തില്ല. ആണെങ്കിൽ താക്കോലും ഉണ്ട്.
എടാ അവിടെ ഒരു എനിമി. അന്ന നീ എന്തിനും നോക്കിയിരിക്കണേ? ഞാൻ എവിടേക്ക് തലക്കിട്ടവനും കൊടുക്ക്. തലക്കിട്ടവനും കൊടുക്ക. നീ നോക്കിയിരിക്കണ്ട് എന്നിട്ട് കൊടുക്കടാ. ഞാൻ കൊടുത്ത് ചേട്ടാമാരെ. ഇത്തിരി ലേക്കും കിട്ടി. കേട്ടാ ഞാൻ അവനെ പെട്ടിയൊക്കെ ആക്കുന്നുണ്ട് ചേട്ടാമാരെ. അടുത്ത് എന്നെ കളിയാക്കി കൂടാ. ഞാനിപ്പോൾ ശരിയാക്കി തരാം. കണ്ട ഇതൊക്കെയാടാ പ്രോ. എനിക്കറിയാം ചേട്ടാമാരെ. എന്നെ കളിയാക്കണ്ട നിങ്ങൾ വെറുതെ. ഞാൻ നിങ്ങളെ കളിയാക്കി. എന്നെയാണ് കളിയാക്കി. ഞാനിപ്പോൾ കളിയാക്കി. എന്തിനാ ചേട്ടാമാരെ അറിയാനെന്നത്? അത് കളിയാക്കലാണ് ഗൈസ്. നിങ്ങൾ കമൻറ്റ് കേട്ടോ. അത് കളിയാക്കലാണ്. വാവ് അവിടെ ഒരു പെട്ടി കിടന്നു. എനിക്കിപ്പോൾ അടിക്കാനൊക്കെ അറിയാലോ. അതുകൊണ്ട് പണ്ടേ ഞാനൊരു പ്രോ പ്ലെയർ. അതറിയോ? പണ്ട് നീ ന്യൂള്ള പറഞ്ഞ് പറയട്ടെ. പണ്ടേ ഞാനൊരു പ്രോ പ്ലെയറായി. ചേട്ടന്മാർക്കൊരു സംശയമുണ്ട്, ഞാൻ എന്താ ജയിക്കാത്തതെന്ന്. ചേട്ടന്മാരെ എപ്പോഴാണ് ഞാൻ പോയേ അടിക്കും. പിന്നെ നീ നേരത്തെ കുയ്യാണല്ലോ അടിക്കാൻ. എന്നാൽ പോയുടെ വരെ കളി ഇത്ര ഞാൻ ജയിച്ചവനായിരുന്നു. ഇവിടെ വീണ്ടും എന്നെ കളിയാക്കണം. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. നീ എന്തിനാടാ ഒന്നും കരയാനേ? എനിക്ക് ഇറച്ചിയിലുണ്ട് അവിടെ പ്രാന്താ. ഞാൻ നിന്നെ എക്സോട്ട് അടിക്കുക എപ്പോഴെങ്കിലും. ഇതാരാണ് എൻ്റെ കോപ്പിയൊക്കെ അടിച്ചേ? ഞാൻ നേരത്തെ അടിച്ച പുള്ളിക്കാരനെ. അതെന്താ 2 മൾട്ടിപ്ലെയർ ഉണ്ടോ? ഇതുണ്ട ഇവിടെയൊക്കെ ഒരുത്തനൊക്കെ വെടിയിട്ടുണ്ട്. അൺലോക്ക് ചെയ്യാൻ പറ്റില്ല. ഒരു എരുമയുണ്ട്. അപ്പോൾ അവൻ്റെ തലക്കിട്ട് കൊടുക്കടാ. തലക്കിട്ട് കൊടുക്ക. എൻ്റെ എത്രയുള്ള തലക്കിട്ട് കൊടുക്കാൻ. നീ എൻ്റെ തലക്കിട്ട് വന്നോട്. എനിക്ക് കൊടുക്കാൻ പറ്റുന്നില്ല ചേട്ടന്മാരെ. ഓർത്ത് തന്നെ കളിയാക്കി കൂടാ. എടാ നീ എന്താണ് നോക്കി കിടക്കണ? ഹെൽത്തൊക്കെ കൂട്ടിയാരെ. എന്നാൽ ഞാൻ വെടി വെച്ച് ചേട്ടന്മാരെ. ഇനി എന്താണ് നീ കിങ്ങാടാ ഇപ്പം? അവിടുത്തെ ആൾക്കാരൊക്കെ പറയുന്നുണ്ടല്ലോ കിങ്ങയെന്ന്. ഒരു എനിമയാണോ ചേട്ടന്മാരെ? എനിമയാണോ? എൻ്റെ അത്രയും സ്കോപ്പില്ലല്ലോ. എവിടെ ഹെഡ്ഷോട്ട് കൊടുത്തിട്ടുണ്ട്. അതെ അതൊക്കെ മതിയുടെ മോനെ. അതൊക്കെ താരാണ് ഞങ്ങൾക്ക്. ശരി ചേട്ടാ. ശരി ഇവിടെ ഇരുന്നവനും കുറേ എണ്ണത്തിനും ഇവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ശരി ചേട്ടന്മാരെ. ഇനിയും നോക്കിയിരിക്കണ്ട എല്ലാത്തിനും ഇവിടെ വെച്ചേ. അതിനെ കാണണ്ടേ? എടാ ആരെങ്കിലും എൻ്റെ ഹെഡ്ഷോട്ട് അടിക്കൂട്ടോ. എന്നാൽ ഞാൻ എവിടേക്ക് ഉണ്ടോ? ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തല കിട്ടുവാനും കൊടുക്കുക. കറക്റ്റ് വല്ലതും കൊടുക്കടാ. ഉണ്ടോ? ഇതുള്ളടാ പരിപാടി. ഇപ്പോഴാണ് നീ ന്യൂ ആണ്, അതാണ് ഇതാണ് മറ്റേതാണ് മറിച്ചാണ് എന്നൊക്കെ പറയണം. അതൊക്കെ എൻ്റെ തോന്നല ചേട്ടന്മാരെ അറിയില്ല ഞാനൊരു പ്രോയാണ്. എനിക്കറിയായിരുന്നു. പക്ഷേ ഞാൻ നിന്നൊന്ന് പ്രാങ്ക് ചെയ്യണ കൂട്ടാ. എൻ്റെ പ്രാങ്ക് നിങ്ങളുടെ ഓരോരോ പ്രാങ്ക് ഉണ്ട് കേട്ടോ. അതൊന്നും നടത്തേക്കോ. നിനക്ക് ആ സോണൊന്നും കണ്ടുകൂടെ? ഈ സോണെല്ലാം കാണാം ചേട്ടന്മാരെ. ഇവിടെ കണ്ടോ ഒരുത്തനെ കിട്ടിയിരിക്കണം. വണ്ടിനെ തീ പിടിപ്പിക്കുക. എന്നെയൊക്കെ കാണൂടാ അവന്മാർ.
ഇതൊന്നും ആയിട്ട് പോരെ. എനിമി ആ മേളയിലുള്ളവനെ വെടി വയ്ക്കുക കേട്ടോ. സിമ്പിളായിട്ട് ഹെഡ് ഷോട്ട്. എനിക്കും അത്ര പറ്റുള്ളൂ. സോന്ന് എൻ്റെ തൊട്ടടുത്താ ഒടുകൂടാ കത്തെടുത്ത നീ അവിടെ. അത് ഭയങ്കര സ്പീഡ് ആണോ ചേട്ടന്മാരെ? ഞാൻ നോക്കട്ടെ. നിന്നെ അടുത്ത വെടിവെക്കടാ. അപ്പം അവനെ വെടിവെക്കടാ. എവിടേക്ക് കണ്ട അവനെ. നിനക്ക് എളുപ്പമായിട്ട് വിളിക്കാൻ പറ്റില്ല ചേട്ടന്മാരെ. അതൊക്കെ ഞാൻ ജയിക്കുന്നതാണ് ചേട്ടന്മാരെ. എന്നാ ചുമ്മാ കളിയാക്കി കൂടാ. ശരി, ഞാൻ നിന്നെ കളിയാക്കുന്നില്ല. ഇനി നീ ജയിക്കണം കേട്ടോ. ഈ ലാസ്റ്റ് ഫൈനൽ കളി. ഓക്കെ ചേട്ടന്മാരെ, ഞാൻ പറഞ്ഞില്ലേ ഫൈനൽ കളിയാണ്. ശരി ചേട്ടന്മാരെ, ഇപ്പം ശരിയാക്കി തരാം. നീ പേര് നോക്കട്ടെ, ഒരു കാര്യം വിട്ടല്ലോ കേട്ടോ. ഞാൻ ചുമ്മാ നോക്കുന്ന ചേട്ടന്മാരെ. ഒരു എനിമീനെയും കാണാനില്ല. അവിടെ നിൻ്റെ ബാക്കിലൊക്കെ ഉണ്ടാവും കേട്ടോ. ഒന്ന് ഇമോട്ടൊന്നും ഇട്ടത്. ഇമോട്ട് ഇപ്പം എനിക്ക് ഷോട്ട് കിട്ടുമെന്ന് അർത്ഥം. ഞാൻ ഇമോട്ടൊന്ന് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഹെഡ് ഷോട്ട് കിട്ടത്തില്ല. അതെന്താ ഒരു കളിയായിട്ടന്മാരെ? എടാ നീ അവനൊക്കെ ഉണ്ടോ? അവനെ ഇതിനകത്തിരിക്കണം സോണില്ല. നല്ല പൊട്ടൻ. എടാ നീ പീക്കി പോയിട്ടില്ലല്ലോ? പോയിട്ടുണ്ട് ചേട്ടാ വരെ. കുറേ നേരമായിട്ട് ഞാൻ ചത്തട്ടുമുണ്ട്. അതെല്ലാവർക്കും ഉള്ളതാടാ. അതിന് നീയൊന്നും പറയണ്ട. എന്നെ കുറ്റം പറഞ്ഞാൽ മതി. ചേട്ടന്മാരെ ഇതിനകത്ത് ജയിച്ചു കഴിഞ്ഞാൽ ചേട്ടന്മാർ എന്തായാലും 10 എനിമി 3 എൻ്റെ കൂട്ടുകാരി. ഫസ്റ്റടാ 10 എനിമിയുള്ള ഈ പൊട്ട മോനെ. ഈ പെട്ട് നീ എന്തിനാ കുറേ നേരം ഇങ്ങനെ വെടി വയ്ക്കുന്നത്? ഞാൻ അവിടെ വയ്ക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടന്മാർക്ക് അറിയത്തില്ലേ എന്തൊരു ചേട്ടന്മാരിത്? ഞാൻ ചേട്ടൻ തന്നെയാണ് അവൻ്റെ. നീ എവിടെങ്കിലും എനിമി ഉണ്ടെന്നോ? ഈ വഴി എനിക്കൊരു എനിമിനെയും കാണാനില്ല, ചേട്ടനെയും കാണാനില്ല. എന്നെ കാണത്തില്ല, ഞാൻ ക്ലാസ് കോഡില്ല. ആണോ? എന്നാൽ ശരി, നോക്കിയതൊന്ന് അതിൻ്റെ പേര് ഒരു നാളെ. അപ്പോൾ ഈ ഉള്ളന്നത്തെ ഇവിടെ സെലക്ട് ചെയ്യാൻ ഇവന്നെ കുറേ നേരമായില്ലേ. അപ്പോൾ ഇതുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. പ്ലേ വന്നോ? അപ്പോൾ പുതിയൊരു വീഡിയോയ്ക്ക് കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ. ഞാൻ എന്തായാലും ജയിച്ചു ഗൈസ്. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. കണ്ടോ ഗൈസ്, നിങ്ങൾ ഉദ്ദേശിക്കുക ഈ കുഞ്ഞങ്കേൽ പൊട്ടനാണ്. ഇനി നിങ്ങളെ മൾട്ടിപ്ലെയർ ആയിട്ട് എൻ്റെ അടുത്ത് പോവാം. കുഞ്ഞങ്കേൽ YTIN അടിച്ചാൽ മതി, എൻ്റെ പേര് കാണിക്കും ഇവിടെ. നിങ്ങളൊന്ന് നമുക്കൊന്ന് കളിക്കാം. നമ്മൾ മൾട്ടിപ്ലെയർ കളിച്ചിട്ടില്ലല്ലോ. ഓക്കെ, ഞാൻ ഇത്ര നേരം അടിച്ചത് ആരെയെന്ന് അറിയോ? ബോട്ടിനായിരുന്നു ഗൈസ്. എനിക്ക് എത്ര ഡാമേജ് കൊണ്ടെന്നറിയാം. ഓക്കെ ഗൈസ്, 1513. അതാണ് ഗൈസ് എനിക്കുള്ള ഡാമേജ്. അപ്പം എങ്ങനെ ഗൈസ് നിങ്ങൾ എൻ്റെ അടുത്തൊന്ന് കളിക്കാൻ വാ. ഞാൻ കാണിച്ചു തരാം എൻ്റെ വീട്ടിൽ. ഗൈസ് കണ്ടേ, ഞാൻ ഇതൊക്കെ കഷ്ടപ്പെട്ട് എടുത്തതോ എൻ്റെ ഈ സഹോദരം. അതിനെ പോലെ നിങ്ങൾ ഈ ലൈക്ക് ഷെയർ സംഭവം ചെയ്തിട്ടില്ല. ഇങ്ങനത്തെ ഒരു കൂട്ടുകാരും മാറ്റൊന്നും അല്ല നിങ്ങൾ. എനിക്കറിയാം, നിങ്ങൾ വിചാരിക്കും ഞാൻ തോറ്റവനാണ്.
ഇപ്പിടിക്കും കുരങ്കയിൽ വൈറ്റ് അയ്യൻ. അപ്പോൾ ഇതുള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൂടെ അടിച്ച് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ പുതിയൊരു വീഡിയോ കാണും. എല്ലാവർക്കും ഗുഡ് ബൈ. ഒന്ന് ആ സബ്സ്ക്രൈബ് അമർത്തിയേക്കണം കേട്ടോ, ഇപ്പം അമർത്തിയേക്കണം. ഹോലോ പിന്നെ